ബഹ്റൈനിൽ ബാങ്ക് ATM സ്ഫോടനത്തിലൂടെ തകർക്കാൻ ശ്രമം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചായിരുന്നു സ്ഫോടന ശ്രമം. 2 പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു പ്രതികളുടെ പദ്ധതിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അൽ നഈമിലെ ബാങ്ക് ATM ആണ് സ്ഫോടനത്തിലൂടെ തകർക്കാൻ ശ്രമം നടന്നത്. പിന്നിൽ പ്രവർത്തിച്ച 19ഉം 23ഉം വയസ്സുള്ള പ്രതികളെ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഹസൻ അബ്ദുൽ കരീം, അലി അബ്ദുൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത്. ബഹ്റൈനിലെ ഒരു ദേശീയ ബാങ്കിന്റെ ATMന് നേരെയാണ് പ്രതികൾ സ്ഫോടനം നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പ്രതിയായ ഹസൻ അബ്ദുൽ കരീം ആദ്യം ATMനുള്ളിൽ പ്രവേശിച്ച ശേഷം പെട്രോൾ പോലെയുള്ള കത്താൻ സഹായിക്കുന്ന ഒരു ദ്രാവകം ഒഴിക്കുകയായിരുന്നു. ശേഷം സ്ഫോടനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു ഗ്യാസ് സിലിണ്ടർ ATMനുള്ളിൽ കൊണ്ടുവച്ചു. ഇതിനു പിന്നാലെയാണ് തീ കൊളുത്തിയത്. കൂട്ടുപ്രതിയായ അലി സംഭവത്തിന് മുൻപായി സ്ഥലത്തെത്തി സാഹചര്യം പരിശോധിക്കുകയും കുറ്റകൃത്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഹസന് വാങ്ങി നൽകുകയും ചെയ്തുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ ഈ കുറ്റകൃത്യം നടത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതികൾ സംഭവശേഷം സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 ബഹ്റൈൻ.